അവസാനം കാണാൻ മറക്കല്ലേ. ഇപ്പോ കോമൺ ആയിട്ട് വിപണിയിലുള്ള കുറച്ച് ഡ്രഗ്സിന്റെ ഒക്കെ പ്രൈസസ് ആണ്. ഓക്കെ, ഇത് കുട്ടികൾ തന്നെ പോയി വാങ്ങണമെന്നില്ല. അവർ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഷെയർ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഇത് വാങ്ങുന്നത്. അപ്പൊ അവരുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പൊ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കണ്ണൊക്കെ ചെറുതായിട്ട് ചുവന്നിട്ടുണ്ടാവും, മൊത്തത്തിലൊരു ഉറക്കം തൂങ്ങലുണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, പതിവിലധികം ഭക്ഷണം കഴിച്ചേക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ അവർ എനർജറ്റിക് ആയിട്ട് നിൽക്കും. ഇവർക്ക് ഉറക്കമൊന്നും വേണ്ട, അല്ലെ അവരുടെ വാക്കിൽ തന്നെ പറഞ്ഞാൽ അവർ ഫുൾ ഓൺ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതെല്ലാം ഇന്നിവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ സമയവും നിങ്ങൾ എല്ലാ കുട്ടികളെയും സംശയത്തോടെ നോക്കരുത്. ഓക്കെ, ഇനി അഥവാ നിങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിനെ ചൊല്ലി നിങ്ങൾ അവരുമായിട്ട് തർക്കിക്കുവോ, ശിക്ഷിക്കുവോ, അല്ലെങ്കിൽ വീട്ടിൽ വലിയൊരു അടിയും ബഹളവും ഉണ്ടാക്കുവോ? ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ഇതിന് പരിഹാരം നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണമെന്നില്ല. 14405 ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഇതിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഹരിയിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള സഹായം മുഴുവൻ നിങ്ങൾക്ക് ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് കിട്ടും. ലഹരിക്കെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, ഫൈറ്റ് ചെയ്യാം. ഓക്കെ.